ഇന്നേക്ക് 10ാം നാൾ RRB ജെഇയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയ നോട്ടിഫിക്കേഷനിൽ ഉള്ളത്, അതായത് വേക്കൻസിയിൽ എന്ത് വ്യത്യാസം വന്നു, ഏജ് റിലാക്സേഷൻ ഇത്തവണയുണ്ടോ, എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, എക്സാം പാറ്റേൺ എങ്ങനെയാണ്, എക്സാം എന്ന് പ്രതീക്ഷിക്കാം, കട്ട് ഓഫ് എത്രയായിരിക്കും, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇത് സൂപ്പർ നോട്ട്സിന്റെ SSC RRB ചാനലാണ്. അപ്പൊ ഇനി മുതൽ സെൻട്രൽ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ അപ്ഡേറ്റ്സും വരുന്നത് ഈ ചാനലിലായിരിക്കും. മക്കളെ, ഒരു കാര്യം ഉറപ്പ് തരാം, നിങ്ങൾ അറിയാതെ ഒരു നോട്ടിഫിക്കേഷൻ പോകത്തില്ല, നിങ്ങൾ അറിയാതെ ഒരു ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ മിസ്സാക്കത്തില്ല. എപ്പോഴും എല്ലാ എക്സാംസുമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഓക്കെ, RRB ജെഇയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ഈ മാസം 31ാം തീയതി, അതായത് ഒക്ടോബർ 31-ന് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നവംബർ 30 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പൊ ഇനി 10 ദിവസത്തിനകം നോട്ടിഫിക്കേഷൻ എത്താൻ പോവുകയാണ്. നോക്കി, ഇതൊരു ലെവൽ 6 പോസ്റ്റ് ആണ്. സോ ലെവൽ 6 പോസ്റ്റ് എന്ന് പറഞ്ഞാലും അടിപൊളിയായിട്ടുള്ള നല്ല സാലറി ഒക്കെ ഉള്ള പുതിയ പേ കമ്മീഷൻ വരുന്ന സമയത്ത് ബേസിക് പേ തന്നെ ഏതാണ്ട് 50,000 പ്ലസ് ആവാൻ പോകുന്ന ഒരു അടിപൊളി പോസ്റ്റ് ആണ്. ദെൻ അത് കഴിഞ്ഞ് ഇപ്പോൾ നിലവിൽ ഇനിഷ്യൽ പേ 35,400 രൂപയുണ്ട്. അതിനകത്ത് 57% DA അടപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് TA ഉണ്ട്, അത് കഴിഞ്ഞ് HRA ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് നിലവിലെ പാക്കേജ് അനുസരിച്ച് തന്നെ ഏതാണ്ട് ഒരു 65,000 ആ റേഞ്ചൊക്കെ നമുക്ക് സാലറി കിട്ടുന്ന ഒരു അടിപൊളി പോസ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞ ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. നോക്കുക, കഴിഞ്ഞ തവണ കോവിഡ് കാരണം 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഏജ് റിലാക്സേഷൻ ഇല്ല. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അവിടെ മനസ്സിലാക്കണം, ജനറൽ കാറ്റഗറിക്കാണ് 33 വയസ്സ് വരെ. അതേസമയം OBC ആണെങ്കിൽ അവിടെ 3 വർഷം ഇളവുണ്ട്, 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ SC ST ആണെങ്കിൽ അവിടെ 5 വർഷം ഇളവുണ്ട്, അതായത് അവർക്ക് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് ടോട്ടൽ വേക്കൻസി നോക്കുകയാണെങ്കിൽ 2570 വേക്കൻസിയാണ് ആകെ ഉള്ളത്. 2570 വേക്കൻസി. ഓക്കെ, അപ്പോൾ അവിടെ മനസ്സിലാക്കുക, കഴിഞ്ഞ തവണത്തെക്കാളും വേക്കൻസി കുറവാണ്. അതായത് കഴിഞ്ഞ വേക്കൻസിയുടെ ഒരു 3% മാത്രമേ ഇപ്പോഴത്തെ വേക്കൻസി വരുന്നുള്ളൂ. അത് നിങ്ങൾ അങ്ങനെ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ഇനി അങ്ങോട്ടുള്ള എക്സാംസ് ഇതിനേക്കാളും കുറവായിരിക്കും. കാര്യം മനസ്സിലാക്കുക, എപ്പോഴും ടെക്നോളജി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, അപ്ഡേറ്റഡ് ആയിരിക്കുമ്പോൾ അവിടെ ഹ്യൂമൻ പവർ ഭയങ്കരമായിട്ട് കുറയും. എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് ഫിസിക്കലായിട്ട് ഒരാൾക്ക് ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിലിരുന്ന് KSBയുടെ ബില്ല് അടയ്ക്കാൻ പറ്റും, വാട്ടർ അതോറിറ്റിയുടെ ബില്ല് അടയ്ക്കാൻ പറ്റും, അതേപോലെ വീട്ടിലിരുന്ന് നമുക്ക് കരന്തീർത്ത് രസീത് അടയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്ത് ഹ്യൂമൻ പവർ വേണ്ട സാധനങ്ങൾ മൊത്തം ഇപ്പോൾ ടെക്നോളജി അപ്ലൈ ചെയ്ത് തുടങ്ങി. അതായത് ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 125 വർഷം കൊണ്ട് 1900-ന് ശേഷം 2025 വരെ മനുഷ്യരാശി നേടിയ എല്ലാ പുരോഗതികളും അടുത്ത 5 വർഷം കൊണ്ട് മനുഷ്യരാശി നേടിയിരിക്കും. ഒരുപാട് മാറ്റം വരും. ടെക്നോളജി അത്രമാത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അവിടെ ഓരോ വർഷവും ടെക്നോളജി വളരുമ്പോൾ എന്ത് സംഭവിക്കും? ഹ്യൂമൻ പവർ ഭയങ്കരമായിട്ട് കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കളെ, ഇതാണ് നിലവിലെ ഏറ്റവും നല്ല വേക്കൻസി. അപ്പോൾ വേക്കൻസി കുറവാണ് അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് ഒരൊറ്റ വേക്കൻസി മതി, ഒരൊറ്റ വേക്കൻസി മാത്രം മതി നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട്. സോ പ്രിപ്പറേഷൻ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ പുറകെ NTPC, ഇതിന് മുമ്പ് തന്നെ NTPC നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതിനും സെയിം സിലബസ് ആണ്, വ്യത്യാസമില്ല. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല പ്രിപ്പയർ ചെയ്യുന്നത്, ഒരുപാട് എക്സാംസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ദെൻ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. 2570 വേക്കൻസിയാണ് ആകെ ഉള്ളത്. ഓക്കെ, അടുത്ത് നമ്മളിനി വേക്കൻസി ഓരോ പോസ്റ്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർക്ക് എത്ര വേക്കൻസി ഉണ്ട്? 2312 വേക്കൻസിയാണുള്ളത്. അതേസമയം കെമിക്കൽ സൂപ്പർവൈസർ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് ആണെങ്കിൽ 63 വേക്കൻസി ഉണ്ട്. ഡിപ്പോ മെറ്റീരിയൽ സൂപ്പറന്റ് ആണെങ്കിൽ 195 വേക്കൻസി ഉണ്ട്. അങ്ങനെ ടോട്ടൽ 2570 വേക്കൻസിയാണ് ആകെ വരുന്നത്. ഇനി പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, എന്താണ് ക്വാളിഫിക്കേഷൻ? RRB ജെഇയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? മക്കളെ, ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ കയ്യിലുണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, BTech കയ്യിലുണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെ സ്ട്രീമുകളാണ്? അതായത് ഡിപ്ലോമ ആയിക്കോട്ടെ, BTech ആയിക്കോട്ടെ, സ്ട്രീമുകൾ വരുന്നത് ഒന്ന് സിവിലാണ്, രണ്ടാമത്തേത് മെക്കാനിക്കൽ, മൂന്നാമത്തേത് ഇലക്ട്രിക്കൽ, നാലാമത്തേത് ഇലക്ട്രോണിക്സ്. സോ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അങ്ങനെ 4 സ്ട്രീമുകൾ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരും, ഇതിനകത്ത് ഏതൊക്കെയാണ് സബ്ബായിട്ട് വരുന്നത്, അതും ഡീറ്റെയിൽ ആയിട്ട് പറയാം. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ നോക്കാം, മെക്ക് സ്ട്രീമിനകത്ത് വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, അതേപോലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ദെൻ മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, മെക്കാട്രോണിക്സ് എഞ്ചിനീയറിംഗ്, then industrial engineering, mechanical engineering, tools and machining engineering, then tools and die making engineering, then അതേപോലെ തന്നെ combination of any substream of basic streams above
ഡിസിപ്ലിൻ. നിങ്ങൾ മെക്കാനിക്കലിലെ ഏത് സ്ട്രീം ആണെങ്കിലും പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് സ്ട്രീം കൊടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതേസമയം ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഒന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, രണ്ടാമത്തേത് കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീം ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ എന്ത് വകഭേദമാണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് വരുമ്പോൾ അവിടെ ഇലക്ട്രോണിക്സ് വരും, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് വരും, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വരും, ദെൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വരും, അതേപോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ദെൻ കോമ്പിനേഷൻ ഓഫ് സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് എബോവ് ഡിസിപ്ലിൻ. ഏതാണോ അത് പഠിച്ചത് അത് നിങ്ങൾക്ക് കൊടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത സിവിലിലേക്ക് പോകുമ്പോൾ ഒന്ന് സിവിൽ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ പണ്ടത്തെ BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് 3 years, ദെൻ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീം ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇത്രയൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് JEE-യുടെ കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വരുത്തും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇതിലേതെങ്കിലും ഒരു ഡിപ്ലോമയുണ്ടോ BTech ഉണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ അപ്ലൈ ചെയ്യാം. ഒരിക്കൽ നമുക്ക് കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ഒരിക്കലും കിട്ടാത്ത സാധനങ്ങൾ, അവസരങ്ങൾ മാത്രമാണ്. അതേസമയം ജൂനിയർ എഞ്ചിനീയർ IT-യുടെ കേസ് ഞാൻ പറഞ്ഞായിരുന്നു. BSc കമ്പ്യൂട്ടർ സയൻസ്, BCA, BTech IT, ദെൻ BTech കമ്പ്യൂട്ടർ സയൻസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് IT അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് ആണെങ്കിൽ ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം എനി ഡിസിപ്ലിൻ, ഏതെങ്കിലും ഒരു ഡിപ്ലോമയോ BTechോ നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവിടെ പറ്റും. ഏതാണ് ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതേസമയം കെമിക്കൽ മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആസ് മെയിൻ സബ്ജക്ട്, ആ ക്വാളിഫിക്കേഷൻ കയ്യിലുണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഏജ് ലിമിറ്റ് മനസ്സിലായി, ക്വാളിഫിക്കേഷൻ മനസ്സിലായി, ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, ഇനി എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ CBT 1 എക്സാം ഉണ്ട്, CBT 2 എക്സാം ഉണ്ട്. CBT 1 ആൻഡ് CBT 2. അവിടെ CBT 1 ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. CBT 1 ആണെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് ആണ്, 100 മാർക്ക്, 1.5 മണിക്കൂറാണ് എക്സാമിന്റെ സമയം വരുന്നത്. CBT 2ലേക്ക് പോകുമ്പോൾ അവിടെ 150 ക്വസ്റ്റ്യൻസ്, 150 മാർക്ക്, 2 മണിക്കൂറാണ് എക്സാം സമയം വരുന്നത്. നമുക്ക് നോക്കാം CBT 1ന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നോക്കാം. CBT 1ലേക്ക് പോകുമ്പോൾ അവിടെ മാത്സ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്കാണ്, റീസണിംഗ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്, GK 15 ക്വസ്റ്റ്യൻസ് 15 മാർക്ക്, സയൻസ് അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അടുത്ത CBT 2ലേക്ക് പോകുമ്പോൾ അവിടെ GK 15 ക്വസ്റ്റ്യൻസ് 15 മാർക്ക്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 15 ക്വസ്റ്റ്യൻസ് 15 മാർക്ക്, IT 10 ക്വസ്റ്റ്യൻസ് 10 മാർക്കാണ്. അത് കഴിഞ്ഞ ബേസിക്സ് ഓഫ് എൻവയോൺമെന്റൽ ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. ദെൻ ടെക്നിക്കൽ എബിലിറ്റി നോക്കുകയാണെങ്കിൽ നോക്കാം, CBT 2നാണ് ടെക്നിക്കൽ വരുന്നത്. അവിടെ CBT 2ലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം 50 മാർക്ക് നോൺ ടെക്നിക്കലാണ് വരുന്നത്, ബാക്കി 100 മാർക്ക് വരുന്ന ടെക്നിക്കലാണ്. അതായത് ടോട്ടൽ 150 മാർക്കിനാണ് CBT 2ന്റെ എക്സാം വരുന്നതെങ്കിൽ അവിടെ 50 മാർക്ക് നോൺ ടെക്നിക്കലും, ദെൻ 100 മാർക്ക് നിങ്ങൾ പഠിച്ച റെലവന്റ് സ്ട്രീം ഏതാണോ അതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ്, 150 മാർക്ക്, 2 മണിക്കൂറാണ് എക്സാമിന്റെ സമയം വരുന്നത്. അപ്പൊ നമ്മളിവിടെ കവർ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും CBT 1 നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിരിക്കും. ഓക്കെ, ദെൻ നോക്കാം നമ്മുടെ എന്തുകൊണ്ട് സൂപ്പർ നോട്ട്സിനെ നിങ്ങൾ ചൂസ് ചെയ്യണം. നമ്മൾ JEE-യുടെ ഒരു അടിപൊളി ബാച്ച് 1-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ സൂപ്പർ നോട്ട്സിനെ ചൂസ് ചെയ്യണം എന്ന് വെച്ചാൽ ഇതാ ഈ റിസൾട്ട് ആണ്. കഴിഞ്ഞ തവണ കേരളത്തിൽ ഏറ്റവും അധികം റിസൾട്ട് തൂത്തുവാരിയത് സൂപ്പർ നോട്ട്സ് ആണ്, ഞങ്ങളുടെ ടീമാണ്. ഓക്കെ, ഏതാണ്ട് 55+ സ്റ്റുഡൻസ് ആണ് ഞങ്ങളിൽ നിന്ന് സെലക്ഷൻ കിട്ടിപ്പോയത്. ഓക്കെ, അവരുടെ എഫേർട്ട് ഒരു രക്ഷയില്ല, നന്നായിട്ട് നമ്മുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്തു, അവരുടെ അധ്വാനത്തിന്റെ വില അവർ നേടി. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളുടെ ചാൻസ് ആണ്. അപ്പോൾ മക്കളെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നവംബർ 1-ന് ഞങ്ങളുടെ പുതിയ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്തോടാ. അതിനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, 8281223366 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. സോ നമുക്ക് ക്ലാസ്സിൽ കാണാം. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കുക, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കാം. അടിപൊളിയായിട്ട് പഠിച്ചോ. ഈ ജോലി നിങ്ങൾ നേടിയിരിക്കും. ക്ലാസ്സിൽ കാണാം.